നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. ഇങ്ങനെയാണ് ആദ്യം തന്നെ ശുകബ്രഹ്മർഷി ഉപദേശിക്കുന്നത് പരീക്ഷന്. നാമസങ്കീർത്തനയ്യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം എന്ന് ഭാഗവതത്തിന് ഒടുക്കം വരെയും ഇതന്നെ പറയാനുള്ളൂ. ഈ ഒന്ന് മനസ്സിലാക്കുക. നാരായണ 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 നാരായണ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ആസ്താം താവതിയം പ്രസൂതിസമയേ ദുർവാരശൂലവ്യഥാം നൈരുച്യം തനുശോഷണം മലമയീ ശയ്യാ ച സാംവത്സരീ. ഏകസ്യാപി ന ഗർഭഭാരഭരണക്ലേശസ്യ യസ്യാഃ ക്ഷമോ ദാതും നിഷ്കൃതിമുന്നതോപി തനയഃ തസ്യൈ ജനന്യൈ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. ശ്രീഗുരോശ്ചരണാംഭോജം യസ്യാം ദിശി വിരാജത്തെ തസ്യൈ ദിശേ നമസ്കുർമ കായേന വചസാ ധിയാ. കഥാമയീം ഭാഗവതാഭിധാനാം ഹരേ തനും തേ ചരിതൈസ്ത്വദീയൈ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദാച്യുത മാരുതേശ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കാന്താപാങ്കാവലോകാൽ കഴലിണപണിയും ജന്തുവൃന്ദത്തിനുണ്ടാം എന്താപത്തും തടുത്തിട്ടനുപമഭവികം നൽകുമെഞ്ചിൽ സ്വരൂപ. സന്താപം തീർന്നു മേന്മേൽ കുശലമണയുവാൻ സിന്ധുജാകാന്തനാം എൻ കാന്തള്ളൂരാധിനാഥ തവ പദകമലം സന്തതം കുമ്പിടുന്നേ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീ ഗുരുവായൂരപ്പാ ശ്രീ ഗുരുവായൂരപ്പാ. വളരെ
ശ്രദ്ധാഭക്തി പുരസ്സരം ഭാഗവതമാസ്വദിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. അനവധി സാധാരണക്കാരെ ഭാഗവതത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുതുല്യരായ നിരവധി സജ്ജനങ്ങളിവിടെ ഇരിക്കുന്നുണ്ട്. അവർക്കൊക്കെയും നമസ്കാരം. ഭാഗവതം ഭക്തി കൊണ്ടാണ് അറിയുക. ഭക്തി എന്നാൽ പ്രേമം. ഭഗവാനോടും ഭക്തജനങ്ങളോടും ഭാഗവതത്തോടും സമാനമായ പ്രേമമുള്ളവർക്കേ ഭാഗവതത്തെ അറിയാൻ വഴി തുറന്നു കിട്ടൂ. ഇഷ്ടമുണ്ടാവണം. കൃഷ്ണ എന്ന് വിളിക്കാൻ, ഗുരുവായൂരപ്പ എന്ന് വിളിക്കാൻ, ഭാഗവതമെന്ന വാക്ക് ഉച്ചരിക്കാൻ, ഭക്തൻ എന്ന വാക്ക് ഉച്ചരിക്കാൻ, അതിനുള്ളൊരിഷ്ടം. അത് പറയണ സമയത്ത് ഗുരുവായൂരപ്പൻ്റെ തിരുനാമം ഉച്ചരിക്കുമ്പോൾ, ഭാഗവതത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ, പറയുമ്പോൾ, സ്മരിക്കാൻ എന്തെങ്കിലും ഒരവസരം ഉണ്ടാവുമ്പോൾ ഹൃദയത്തിന് കുളിരു കോരണം. അങ്ങനെയുണ്ടോ? എന്നാൽ ഭാഗവതം കേൾക്കാൻ അധികാരിയായി. അത്രയേ ഉള്ളൂ ഭാഗവതം കേൾക്കാൻ അധികാരം. കല്ലു വേണോ നീല നിറം കോലും നല്ല കല്ലു വേണോ മല്ല വൈരി പേരോലുന്ന കല്ലു വേണമോ ഇന്ദ്രനീലമണിവർണം പൂണ്ടു ലക്ഷ്മി വക്ഷസ്സിലായി സാന്ദ്രമോദം വിളങ്ങുമാ കല്ലു വേണമോ നാരായണ 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 രാധാ ഗോവിന്ദ. പശുക്കളെ പാലിക്കുന്ന നന്ദഗോപൻ ശൗരിയോടു പിശുക്കെന്നെ വാങ്ങിയതാം കല്ലു വേണമോ നാരായണ 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 രാധാ ഗോവിന്ദ. ഭഗവാന്റെ തിരുനാമ സങ്കീർത്തനങ്ങൾ ചെയ്യുമ്പോൾ തന്നെത്താനെ നാവ് ഉണരണം. ഭഗവാന്റെ നാമസങ്കീർത്തനം ചെയ്യാനുള്ള കൊതി എനിക്ക് അടങ്ങിയിട്ടില്ല എന്ന് മനസ്സ് പറയണം. അങ്ങനെ പറയുന്നുണ്ടോ? എന്നാൽ ഭാഗവതം കേൾക്കാൻ അധികാരിയായി. വിഷാൻ മഹാഗ്നേ പുരുഷാദർശനാൽ അസൽസഭായ വനവാസകൃച്ഛ്രത മൃധേ മൃധേനേകമഹാരഥാസ്ത്രത ദ്രൗണ്യസ്ത്രതശ്ചാസ്മ ഹരേഭിരക്ഷിതാ. അല്ലേ ഗുരുവായൂരപ്പ, പല പല ആപത്തുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നപ്പോൾ അങ്ങാണ് ഞങ്ങളെ രക്ഷിച്ചത്. എത്രയോ ആപത്തുകൾ വന്നപ്പോൾ ഞങ്ങളൊക്കെ അങ്ങയുടെ തൃച്ചേവടികളെ സ്മരിച്ചു. ഞങ്ങൾക്ക് നാഥനായിട്ട് വേറെ ആരും ഇല്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടായി. വേറെ ആരുടെയും ഒരു നാമം ഉച്ചരിക്കാൻ മറ്റാരെങ്കിലും ഞങ്ങളെ സഹായിക്കുമോ എന്ന് അന്വേഷിക്കാൻ ഞങ്ങൾ പുറപ്പെട്ടിട്ടില്ല. ത്വയൈവ നാഥേന, അങ്ങ് മാത്രം നാഥനായിട്ടുള്ളവരാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് വേറെ ഒരു നാഥനുമില്ല. ഞങ്ങൾക്ക് ആശ്രയിക്കാൻ യോഗ്യനായിരിക്കുന്ന ഒരാൾ എന്ന് വേറെ ആരെക്കുറിച്ചും തോന്നിയിട്ടില്ല. കൃഷ്ണ എന്ന് വിളിച്ചാൽ കൃഷ്ണ ഓടി വന്ന് ഞങ്ങളെ രക്ഷിക്കുന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയലേശമില്ല. പിന്നെ എന്തിനാണ് വേറൊരാളെ ഞങ്ങൾ ആശ്രയിക്കണത്?
എന്നിങ്ങനെ അങ്ങയെ മാത്രം ശരണം പ്രാപിച്ച ഞങ്ങളെ രക്ഷിക്കാൻ എപ്പോഴും കൃഷ്ണൻ ഓടി വരുമെങ്കിൽ, ആപത്ത് വരുമ്പോഴൊക്കെ കൃഷ്ണ എന്ന് വിളിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, അപ്പോഴൊക്കെ ഓടി വന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കൃഷ്ണൻ തയ്യാറാകുമെങ്കിൽ, കൃഷ്ണ ഇനി എൻ്റെ ജീവിതത്തിൽ നിത്യവും ദുഃഖം മാത്രം മതി. അങ്ങനെ ദുഃഖം വരുമ്പോഴൊക്കെ കൃഷ്ണനെ എനിക്ക് വിളിക്കാലോ. അങ്ങനെ ദുഃഖം വരുമ്പോഴൊക്കെ കൃഷ്ണൻ്റെ അടുത്തേക്ക് ഓടി വരുമല്ലോ. വിപദസന്തു നശ്വൽ തത്ര തത്ര ജഗദ്ഗുരോ ഭവതോ ദർശനം യൽസ്യാൽ അപുനർഭവദർശനം. അപുനർഭവത്തെ തരുന്നതാണ് അങ്ങയുടെ ദർശനം. ഇനി ജനിക്കേണ്ട എന്ന നിലയിലേക്ക് എത്തിക്കുന്നതാണ് അങ്ങയുടെ ദർശനം. എത്ര കണ്ടാലും മതിയാവാത്ത, ഒരു തവണ കണ്ടാൽ പിന്നെ അടുത്ത തവണ കൃഷ്ണനെ കാണുമ്പോൾ മറ്റൊരു രൂപത്തിലാണ്, മറ്റൊരു തരത്തിലാണ്. മരകതമണിമയ ചേല കൃഷ്ണ മരകതമണിമയ ചേല. ഇടയ്ക്കാണെങ്കിൽ മനോഹരമായിരിക്കുന്ന രത്ന സ്വർണ്ണ അലങ്കൃതങ്ങളായിരിക്കുന്ന ആഭരണങ്ങളെ ചാർത്തി പീതാംബരം ധരിച്ച് ഓടി വരണു എങ്കിൽ, മറ്റൊരവസരത്തിലാണെങ്കിൽ അമ്മയുടെ കയ്യിൽ നിന്ന് അടിമേടിക്കാൻ പാകത്തിലുള്ള വികൃതികൾ കാണിച്ച് അമ്മ പേടിപ്പിക്കുമ്പോൾ കാലന് പോലും പേടി തോന്നുന്ന ഈ കൃഷ്ണൻ കണ്ണു ചുവപ്പിച്ച് ചുണ്ട് അങ്ങനെ വിറപ്പിച്ചുകൊണ്ട് എന്നെ അടിക്കരുത് അമ്മേ, ഞാൻ ഇനി ചെയ്യില്ല എന്ന് പറഞ്ഞ് കരയുന്ന രൂപത്തിൽ ഇടയ്ക്ക് വിജയ സാരഥേ എന്ന നിലയ്ക്ക് യുദ്ധരംഗത്തിൽ പേടിച്ചു നിൽക്കുന്ന ആ അർജുനൻ്റെ കുബുദ്ധിയെ ഇല്ലാതെയാക്കുന്ന ലോകഗുരുവായിട്ട് ഇങ്ങനെയൊക്കെ പല പല വേഷഭൂഷകളിൽ കാണപ്പെടുന്ന കൃഷ്ണ, നിൻ്റെ ഒരു തവണ കണ്ട ദർശനം പിന്നത്തെ തവണ ഒരു തരത്തിലാണ്. അപുനർഭവ ദർശനം. അങ്ങനെയുള്ള ദർശനം ഉണ്ടാകുമെങ്കിൽ ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട. ഞങ്ങൾ അതുകൊണ്ട് തന്നെ ആനന്ദം അനുഭവിക്കണു, ഞങ്ങൾ അതുകൊണ്ട് തന്നെ സുഖം അനുഭവിക്കണു, ശാന്തി അനുഭവിക്കണു, സമാധാനം അനുഭവിക്കണു. പിന്നെ ഉണ്ടായ ഒരു പ്രശ്നങ്ങളെക്കുറിച്ചും ഞങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവാറില്ല. ഇപ്പോൾ ബ്രഹ്മാസ്ത്രമയച്ച ഈ ദ്രൗണിയെ, അശ്വത്ഥാമാവിൻ്റെ ബ്രഹ്മാസ്ത്രത്തിൽ നിന്ന് പോലും ഒരു നോട്ടം കൊണ്ടാണ് കൃഷ്ണൻ ഞങ്ങളെ രക്ഷിച്ചത്. സുദർശനേന സ്വാസ്ത്രേണ സ്വാനാം രക്ഷാം വ്യഥാത് വിഭൂ. തൻ്റെ ആൾക്കാരെ ഭഗവാൻ രക്ഷിക്കുക അങ്ങനെയാണ്. തൻ്റെ ആൾക്കാരെ ഭഗവാനെ രക്ഷിക്കാൻ വലിയ വലിയ വേഷം കെട്ടുകളുടെ ഒന്നും ആവശ്യമില്ല. ഒരു നോട്ടം, ഒരു ഗർജനം, ഇത്രയൊക്കെ വേണ്ടുള്ളൂ. അതുകൊണ്ട് തന്നെ സകല ദുരിതങ്ങളിൽ നിന്നും തൻ്റെ പ്രിയപ്പെട്ടവരെ ഭഗവാൻ രക്ഷിക്കുന്നു. അങ്ങനെയുള്ളൊരു ദർശനം കൊണ്ട് ഞങ്ങളെ കൃഷ്ണനാണ് രക്ഷിച്ചത് എന്ന പൂർണ്ണ ബോധ്യത്തോടെ ഭഗവാനെ സ്തുതിച്ച കുന്തിമാതാവ് തൻ്റെ നേരെ യുദ്ധരംഗത്തിൽ വച്ച് വീണ് കിടക്കുന്ന രഥചക്രവും എടുത്തുകൊണ്ട് ധൃതരഥചരണോഭ്യല അഭ്യയാചലൽഗു ഹരിരിവഹന്തുമിഭം ഗതോത്തരീയനായിക്കൊണ്ട് ഇഭം ഹന്തും ഹരി ഇവ ആനയുടെ മസ്തകമടിക്കാൻ പുറപ്പെടുന്ന സിംഹത്തെ പോലെ രഥചക്രവും എടുത്തുകൊണ്ട് ഭീഷ്മരുടെ നേരെ ഭഗവാൻ ഒരു ചാട്ടം ചാടി. ഇന്നൊന്നുകിൽ ആയുധമെടുക്കില്ല എന്ന് പറഞ്ഞ കൃഷ്ണൻ ആയുധമെടുക്കും, അതല്ലെങ്കിൽ ആ അർജുനൻ്റെ കഥ ഞാൻ കഴിക്കുമെന്ന്
ദുര്യോധനാദി കൗരവർക്ക് വാക്ക് കൊടുത്തിട്ടാണ് അമ്പും വില്ലുമെടുത്ത് ഭീഷ്മാചാര്യർ ഒരു നാൾ യുദ്ധത്തിന് പുറപ്പെട്ടത്. അന്ന് അർജുനൻ്റെ കഥ കഴിക്കാനായിട്ട് പുറപ്പെട്ട ഭീഷ്മരുടെ പ്രവൃത്തി കണ്ട് സഹിക്കാഞ്ഞ് തൻ്റെ വാക്ക് തെറ്റിക്കാൻ കൃഷ്ണൻ തയ്യാറായി. എൻ്റെ വാക്ക് തെറ്റണതിൽ എനിക്ക് വിരോധമൊന്നുമില്ല, പക്ഷെ ഭീഷ്മരുടെ വാക്ക് തെറ്റരുത് എന്ന് കണക്കാക്കി സ്വനിഗമമപഹായ മൽപ്രതിജ്ഞാമൃതമധികർത്തും അവപ്ലുതോ രഥസ്ഥ. രഥത്തിലിരുന്നിരുന്ന ഭഗവാൻ എൻ്റെ വാക്ക് സത്യാക്കാൻ തൻ്റെ വാക്ക് വേണ്ടാന്ന് വെച്ചു. തൻ്റെ നേരെ വധഭീഷണി മുഴക്കിക്കൊണ്ടുവരുന്ന ഭഗവാനെ കണ്ടപ്പോൾ എന്നോട് ഇത്രയും പ്രിയമുള്ളത് കൊണ്ടല്ലേ ഭഗവാൻ ഇങ്ങനെ ചെയ്യണത് എന്ന് തിരിച്ചറിയാനുണ്ടായ ഭീഷ്മരുടെ വിവേകം, അതുണ്ടായാൽ ഹൃദയം ശുദ്ധമായി എന്നർത്ഥം. യത്കിഞ്ചിൽ പൗരുഷം പുംസാം മേനേ കൃഷ്ണാനുകമ്പിതം. കൃഷ്ണൻ്റെ അനുകമ്പയില്ലെങ്കിൽ ആരും ഒന്നുമല്ല എന്ന് തിരിച്ചറിഞ്ഞ അർജുനാദികളാകുന്ന പാണ്ഡവരുടെ ആ ചിത്തശുദ്ധി, കൃഷ്ണൻ ഈ ലോകത്തെ ഉപേക്ഷിച്ചു എന്നറിഞ്ഞതോടുകൂടി തൻ്റെ മഹിമയായിട്ട് ഉയർത്തിപ്പിടിച്ച് നടന്നേരുന്ന ഗാണ്ഡീവം വില്ലിനെ വെറും നിലത്ത് കുത്തി നടക്കുന്ന ഒരു വടിയാക്കിയിട്ട് അസ്തതേജനായി യുധിഷ്ഠിരാദികളുടെ മുൻപിലേക്ക് എത്തിച്ചേർന്ന അർജുനൻ പറഞ്ഞത് വഞ്ചിതോഹം മഹാരാജ. അല്ലേ മഹാരാജാവേ, ഞാൻ വഞ്ചിക്കപ്പെട്ടു, ശ്രീഹരിയാൽ വഞ്ചിക്കപ്പെട്ടു. ഭഗവാൻ വഞ്ചിക്കേ? അതെ, എൻ്റെ എല്ലാ കഴിവുകളും എനിക്ക് നൽകി അനുഗ്രഹിച്ചേരുന്നത് കൃഷ്ണനാണ് എന്ന് തിരിച്ചറിഞ്ഞ് കൃഷ്ണനെ ആരാധിക്കാൻ ഒരിക്കൽ പോലും എന്നെ കൃഷ്ണൻ അനുവദിച്ചില്ല. ഞാനെന്താ വിചാരിച്ചത്? എൻ്റെ കേമത്തം കൊണ്ടാണ് ഞാൻ വലിയ ആളായത്, ഞാൻ തപസ് ചെയ്തിട്ടാണ്, ഞാൻ വിദ്യ അഭ്യസിച്ചിട്ടാണ്, ഞാൻ എൻ്റെ കഴിവ് പല ദിക്കിലും തെളിയിച്ചിട്ടാണ്. പക്ഷേ എനിക്കിന്ന് മനസ്സിലാവണു, യത്സന്നിധാവഹമു ഖണ്ഡവമഗ്നയേദം ഇന്ദ്രം ച സാമരഗണം തരസാ വിജിത്യ. ഇന്ദ്രാദികളെപ്പോലും ജയിച്ചുകൊണ്ട് ഖണ്ഡവപ്രസ്ഥത്തിന് അഗ്നി കൊടുക്കാൻ എനിക്ക് സാധിച്ചതെങ്ങനെയാണ്? യത് സന്നിധൗ, കൃഷ്ണൻ്റെ സന്നിധിയിൽ നിന്നപ്പോഴാണ്. കൃഷ്ണൻ്റെ സന്നിധിയിൽ നിന്നപ്പോഴാണ് ഞാൻ ആ അസ്ത്രമേത് ലാക്ക് വീഴ്ത്തി ദ്രൗപദിയെ സ്വന്തമാക്കിയത്. കൃഷ്ണൻ്റെ സാന്നിധ്യം കൊണ്ടാണ് ഞാൻ മഹാഭാരത യുദ്ധം ജയിച്ചത്. കൃഷ്ണൻ്റെ സാന്നിധ്യം കൊണ്ടല്ലാണ്ട് എനിക്ക് ഒരു കാര്യവും ചെയ്യാൻ സാധിച്ചിട്ടില്ല. എന്നാൽ കൃഷ്ണനോ നർമാണ്യുദാരരുചിരസ്മിതശോഭിതാനി ഹേ പാർത്ഥ ഹേ അർജുന സഖേ കുരുനന്ദന എന്നിങ്ങനെ എൻ്റെ കൂടെ ഇരുന്ന കളിയും ചിരിയും പറഞ്ഞ് ഒപ്പം ഉണ്ടിട്ടും ഒപ്പം ഉറങ്ങിയിട്ടും ഒപ്പം നടന്നിട്ടും എന്നെ ഒരു കൂട്ടുകാരനെ പോലെ കൊണ്ടു നടന്നപ്പോൾ എനിക്കത് തിരിച്ചറിയാൻ സാധിച്ചില്ലല്ലോ എന്ന വ്യഥ കൊണ്ട് ഒരു വാക്ക് പോലും ഉരിയാടാനാവാതെ കണ്ട് മധ്യമ പാണ്ഡവനായ അർജുനൻ ആ ഇന്ദ്രപ്രസ്ഥം വിട്ട് എങ്ങോട്ടെന്നില്ലാതെ ഇറങ്ങി. അനുജൻ്റെ യാത്ര കണ്ട് അഗ്രജന്മാരും അനുജന്മാരും ഒപ്പം പുറപ്പെട്ടു. ഹിമാലയത്തിൻ്റെ പല പ്രദേശങ്ങളിലായിട്ട് അവരൊക്കെയും ദേഹമുപേക്ഷിച്ചു. അവസാന കാലത്തെങ്കിലും
ധൃതരാഷ്ട്രർക്കും ഗാന്ധാരിക്കും കൃഷ്ണമാഹാത്മ്യം വിതുരരിലൂടെ തിരിച്ചറിയാൻ സാധിച്ചു. പാണ്ഡവരുടെ രാജ്യഭാരം ഒക്കെ കഴിഞ്ഞതോടുകൂടി പാണ്ഡവ പൗത്രനായ പരീക്ഷിത്ത് ഭരണാധികാരമേറ്റെടുത്തു. അന്ന് ആ പരീക്ഷിത്ത് രാജാവ് ഭരണമാരംഭിച്ചതോടുകൂടിയിട്ട് ലോകമെമ്പാടും പ്രച്ഛന്നവേഷനായിക്കൊണ്ട് സഞ്ചരിക്കാൻ തുടങ്ങി. പല വേഷങ്ങളിലും അദ്ദേഹം സഞ്ചരിച്ച് ഓരോ ദിക്കിലും എത്തുന്ന സമയത്ത് തൻ്റെ പൂർവജരായ പാണ്ഡവരുടെ കഥകൾ ധാരാളമായിട്ട് അങ്ങനെ കേൾക്കാം. അവരുടെ കഥകൾ മാത്രമാണോ കേൾക്കണത് എന്നാണെങ്കിൽ അവരുടെ കഥകൾ മാത്രമല്ല കേൾക്കണത്. അവർ വെറും 5 പേര് ഈ വലിയതായ മഹാഭാരത യുദ്ധത്തെ ജയിച്ച് ഇന്ന് കേമന്മാരായി എങ്കിൽ അതിനൊരു കാരണമുണ്ട്. എന്താ കാരണം? ഭീഷ്മദ്രോണതടാ ജയദ്രഥജലാഗാന്ധാരനീലോൽപര ശല്യഗ്രാഹവതീ കൃപേണ വഹനീ കർണേന വേലാകുല അശ്വത്ഥാമവികർണഘോരമകരാഃ ദുര്യോധനാവർത്തിനീ സോത്തീർണാ ഖലു പാണ്ഡവൈ രണനദീ കൈവർത്തക കേശവ. അന്ന് അവർക്ക് ഈ രണനദി കടക്കാൻ കൈവർത്തകനായിട്ട് ആരുണ്ടായിരുന്നു? കേശവൻ ഉണ്ടായി. ഭീഷ്മരും ദ്രോണരുമാകുന്ന വലിയ തീരങ്ങൾ, ജയദ്രഥനാകുന്ന ജലം, ശകുനിയാകുന്ന ആമ്പല്, അത് വിടരുന്ന രാത്രി വിരിയൂ, ആർക്കും കാണാൻ സാധിക്കില്ല. നീലനിറ. രാവിൽ നീലനിറത്തിൽ ഒരു പുഷ്പം വിരിഞ്ഞാൽ അതാര് കാണുന്നു? രാത്രി ഈ പൂവ് വിരിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാൻ പോണവർ മാത്രമേ കാണൂ. അത്ര കൊള്ളരുതാത്തവർക്ക് മാത്രമേ ഈ ശകുനിയുമായിട്ടുള്ള സംഘം തന്നെ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള രാത്രീഞ്ചരന്മാർക്ക് പാകമായിട്ടുള്ള ആളായിരുന്നു ഈ ശകുനി. ഇനിയോ ശല്യരാകുന്ന മുതല, കൃപരാകുന്ന ഒഴുക്ക്, കർണനാകുന്ന വലിയ തിരമാലകൾ, അശ്വത്ഥാമാവ്, വികർണൻ തുടങ്ങിയതായ ഘോര മത്സ്യങ്ങൾ, ദുര്യോധനനാകുന്ന ചുഴി, ഇങ്ങനെയൊക്കെയുള്ള ഈ രണത്തെ, ഈ രണനദിയെ കടക്കാൻ ഈ 5 പേർക്ക് എങ്ങനെ സാധിച്ചു? അവരുടെ കയ്യിൽ ഒരു തുഴക്കാരനും അയാൾ തുഴയുന്ന ഒരു തോണിയും ഉണ്ടായിരുന്നു. ആ തുഴക്കാരനാണ് കേശവൻ, കൃഷ്ണൻ. അപ്പം ആ കൃഷ്ണൻ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് എൻ്റെ മുത്തച്ഛന്മാരൊക്കെ മഹിമയുള്ളവരായി തീർന്നത് എന്നുള്ള കൃഷ്ണമാഹാത്മ്യ സൂചകങ്ങളായ കഥകൾ കേട്ടിട്ടാണ് പരീക്ഷിത്ത് കുട്ടിക്കാലത്ത് തന്നെ രാജ്യം ഭരിക്കാൻ തുടങ്ങിയപ്പോൾ വളർന്നു വന്നത്. അങ്ങനെ വളർന്നു വന്ന ആ പരീക്ഷിത്ത് രാജാവ് ഒരിക്കൽ ഒരു പശുവും ഒരു വൃഷവും കൂടിയിട്ട് വർത്തമാനം പറയുന്ന കാഴ്ച കണ്ടു. പശു തൻ്റെ ദുഃഖം ഈ വൃഷത്തോട് പറയുകയാണ്. വൃഷം തൻ്റെ ദുഃഖത്തിന് കാരണമൊക്കെ തൻ്റെ കർമ്മങ്ങൾ തന്നെ എന്ന് ആശ്വസിക്കുകയാണ്. ഇവർ 2 പേരുടെയും ദുഃഖത്തിന് കാരണമെന്ത് എന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം തനിക്കുണ്ട് എന്ന നിലയ്ക്കാണ് പരീക്ഷിത്ത് രാജാവ് അവരുടെ അടുത്തേക്ക് ചെന്നത്. ആ രാജാവ് അടുത്തേക്ക് എത്തിയതോടുകൂടിയിട്ട് അവരുടെ ദുഃഖത്തിന് എന്ത് കാരണം, ആരാണ് നിങ്ങളെ വേദനിപ്പിക്കുന്നത് എന്നൊക്കെ അന്വേഷിച്ചു. വാളുയർത്തിപ്പിടിച്ച് വന്ന രാജാവ് രക്ഷാസാമർഥ്യം കാണിച്ചും കൊണ്ട്
നിങ്ങളുടെ ദുഃഖത്തിന് കാരണക്കാരനാരായാലും അവരുടെ കഥ ഞാൻ കഴിക്കും എന്നൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ ഈ വൃഷം പറഞ്ഞു, ഓരോരുത്തരും അനുഭവിക്കുന്ന കർമ്മഫലങ്ങൾക്ക് കാരണം അവരവരുടെ കർമ്മങ്ങൾ തന്നെയാണ്. അതിനനുസരിച്ച് പലതും അവരവരിവിടെ അനുഭവിക്കണു എന്നല്ലാണ്ട് ഇതിന് മറ്റൊരാളെ കുറ്റം പറയണതിനൊന്നും അർത്ഥമില്ല. ധർമ്മം ബ്രവീഷി ധർമ്മജ്ഞ, അല്ലയോ ധർമ്മജ്ഞ, അങ്ങ് ധർമ്മത്തെ പറയുന്നു. അതുകൊണ്ട് വെറും ഒരു വൃക്ഷമാവാൻ സാധ്യതയില്ല. അങ്ങ് ധർമ്മോസി വൃഷരൂപധൃക്ക്, അങ്ങ് വൃഷരൂപത്തെ ധരിച്ചിരിക്കുന്ന ധർമ്മമാണ്. സ്വാഭാവികമായിട്ടും അടുത്ത് നിൽക്കുന്ന പശു ആരായിരിക്കും? ഭൂമിയായിരിക്കും എന്ന് പരീക്ഷത്ത് തിരിച്ചറിഞ്ഞു. ഭൂമിയുടെയും ധർമ്മത്തിൻ്റെയും ദുഃഖം, ദുഷ്ടരായ ആളുകളുടെ വൃദ്ധി കൊണ്ട്, കലികാല കോലാഹലങ്ങളെ കൊണ്ട് ഒക്കെ വന്നു ചേർന്നിരിക്കുന്ന പ്രയാസങ്ങൾ, ഈ പ്രയാസങ്ങളെ കൊണ്ട് ഭൂമി തൻ്റെ ശരീരം വ്രണപ്പെട്ട് ഏറെ ഖിന്നയായി ദുഃഖത്തോടെ വൃഷത്തിൻ്റോട് തൻ്റെ കഥയൊക്കെ പറയുകയാണ്. വൃഷസ്യ നഷ്ടൻ ത്രീൻ പാദൻ തപസ് സത്യം ദയ ദാനം, ഇങ്ങനെയൊക്കെയുള്ള 4 പാദങ്ങളാണ് ഈ ധർമ്മത്തിനുള്ളത്. ഇതിൽ സത്യമല്ലാത്ത 3 ഏകദേശം ഈ കലിപുരുഷൻ തല്ലി ഓടിച്ചിട്ടുണ്ട്. ഇനി അവശേഷിക്കുന്ന ഒരു പാദം എന്ന് പറയണത് സത്യം മാത്രമാണ്. വലിയ തിരക്കടില്ല. വരാമെന്ന് പറഞ്ഞാൽ ആൾക്കാർ വരണമൊക്കെ ഉണ്ട്, വരാണ്ടിരിക്കണമൊന്നുമില്ല. അപ്പം ഏകദേശം കുറച്ചൊക്കെ ഒരു സത്യം ബാക്കിയുണ്ട്. തരാമെന്ന് പറഞ്ഞാൽ തരുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള സത്യമല്ലാത്ത ബാക്കി തപസ് ഒട്ടുമില്ല, ദയ ഒട്ടുമില്ല, ഒരാൾക്ക് എന്തെങ്കിലും കൊടുക്കുക എന്നുള്ളത് ഒട്ടുമില്ല. അപ്പം ഇങ്ങനെയുള്ള നല്ല ഗുണങ്ങളൊക്കെ ജനങ്ങളിൽ നിന്ന് പോയിരിക്കുന്നു. ഇതിന് കാരണം കലികാലമാണ് എന്ന് പരീക്ഷത്ത് കണ്ടെത്തി. ആ പരീക്ഷത്ത് രാജാവ് ഉടൻ തന്നെ കലിപുരുഷന് നേരെ വാളുമേർത്തിക്കൊണ്ട് പുറപ്പെട്ടു. നീ എൻ്റെ നാട്ടിൽ നിൽക്കാൻ പാടില്ല. മഹാത്മാക്കളായ പാണ്ഡവരുടെ ഭരണം കൊണ്ട് സമ്പന്നമായിരിക്കുന്ന ഈ നാട്ടിൽ നിനക്ക് സ്ഥാനമില്ല, ഇവിടുന്ന് ഇപ്പോൾ പോകണം. അതല്ലാന്നുണ്ടെങ്കിൽ തൻ്റെ കഥ ഞാൻ കഴിക്കുന്നുണ്ട് എന്ന് പരീക്ഷത്ത് രാജാവ് കലിയോട് പറയുകയുണ്ടായി. അപ്പോഴാണ് ആ കലിപുരുഷൻ കുറേ ഓടി നോക്കി രക്ഷ കിട്ടണില്ല എന്ന് കണ്ട് പരീക്ഷത്തിൻ്റെ തന്നെ കാൽക്കൽ ശരണം പ്രാപിച്ചു. ശരണാഗതരെ ഒരിക്കലും ഉപേക്ഷിക്കുന്നതായ പാരമ്പര്യം പാണ്ഡവർക്കില്ല. അതുകൊണ്ട് ശരണാഗതരെ വധിക്കില്ല. പക്ഷേ നീ ഇവിടെ നിൽക്കാൻ പാടില്ല. നവർത്തിതവ്യം ഭവതാ കഥഞ്ജന ക്ഷേത്രേ മദീയേ ത്വം അധർമ്മബന്ധു. നീ അധർമ്മത്തിൻ്റെ ബന്ധുവാണ്, അതുകൊണ്ട് നീ ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് ആക്രോശിച്ച ആ പരീക്ഷത്ത് രാജാവിനോട് കലി കാല് പിടിച്ച് കേണപേക്ഷിക്കണു. ഇതെൻ്റെ കാലം, എനിക്ക് എവിടേക്കും പോകാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് അങ്ങ് നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് ഞാനിരുന്നോളാം. അങ്ങ് എവിടെ വെച്ചാൽ പറഞ്ഞാൽ ഞാൻ അവിടെ ഇരുന്നോളാം. അങ്ങനെ പരീക്ഷിത്ത് കലിക്ക് 4 സ്ഥാനങ്ങൾ കൊടുക്കാൻ തയ്യാറാവുകയാണ്. ഇതിനൊരു കാരണം, എന്തുകൊണ്ട് നിർബന്ധമായിട്ട് പരീക്ഷത്ത് കലിയോട് ഇവിടുന്ന് പോകണം എന്ന് പറഞ്ഞില്ല? കാൽക്കൽ വീഴാൻ അനുവദിക്കാതെ ആ കലിയുടെ കഥ കഴിക്കാൻ പരീക്ഷത്ത് എന്തുകൊണ്ട് പുറപ്പെട്ടില്ല? കാൽക്കൽ വന്ന് വീഴണതിൻ്റെ മുമ്പ് തന്നെ കഥ കഴിക്കാറുന്നില്ലേ എന്നാണെങ്കിൽ ഈ സജ്ജനങ്ങളുടെ സ്വഭാവം എന്താ? സാരം എന്താണോ അതിനെ മാത്രമാണ് ഒരു പൂവിൽ നിന്ന് വണ്ടുകൾ സ്വീകരിക്കുക പതിവുള്ളത്. അനവധി ദുഷിപ്പുകൾ ഈ കലികാലത്തിനുണ്ട്. എങ്കിലും ഈ കലേഹം
ദോഷനിധേ രാജൻ അസ്തി ഹ്യേകോ മഹാൻ ഗുണ. ഈ ദോഷനിധിയായിരിക്കുന്ന കലികാലത്ത് ഒരു ഗുണമുണ്ട്. എന്താ ഗുണം? കീർത്തനാദേവ കൃഷ്ണസ്യ മുക്തസംഗ പരം വ്രജേൽ. ഭഗവാന്റെ കീർത്തനത്തെ കൊണ്ട് തന്നെ സകല പ്രയാസങ്ങളിൽ നിന്നുള്ള മുക്തി ഉണ്ടാവും. അതാ ഈ കലികാലത്തിൻ്റെ ഗുണം. അതെയോ, അത് വളരെ എളുപ്പമല്ലേ? നാമം ജപിക്കുക എന്ന് പറഞ്ഞാൽ ഒട്ടും എളുപ്പമല്ല. അതിനാണ് ഏറ്റവും പ്രയാസമുള്ളത്. വലിയ വലിയ ഘടാഘടിയൻ സംഗതികളൊക്കെ പറയാൻ നമുക്ക് സാധിക്കും, ഉഗ്രം പ്രസംഗങ്ങളൊക്കെ നടത്താൻ നമുക്ക് സാധിക്കും. പക്ഷെ ഒരു നാമം ജപിക്കാറാവണച്ചാൽ കുറച്ചൊന്നുമല്ല പ്രയാസം. അതിൽ നിന്ന് പല പല വിധങ്ങളിൽ എന്തിന് ദേവന്മാർ പോലും നമ്മൾ ആ ഭഗവാനെ ഉപാസിക്കുന്നതിൽ നിന്ന് മുടക്കാൻ വരും. ദേവാഹ ധാരാതി രൂപിണ വിഘ്നാൻ കുറുവന്ത്യയം ഹ്യസ്മാൻ ആക്രമ്യ സമയാത്പരം എന്നൊക്കെ ഏകാദശത്തിൽ പറയും. നമ്മളൊരു സൽക്കർമ്മം ചെയ്യാൻ പുറപ്പെട്ടാൽ അത് മുടക്കാൻ ധാരാളം ആളുണ്ട്. ആദ്യത്തെ പ്രഭാഷണത്തിൽ നമ്മൾ കേട്ടു. അത് ധാരാളം വിഘ്നങ്ങളുണ്ട് നമുക്ക് ഈശ്വരനെ ആരാധിക്കണം എന്നുണ്ടെങ്കിൽ. ആ വിഘ്നങ്ങളെല്ലാം തട്ടിമറച്ച് ഭഗവാന്റെ തിരുനാമം ജപിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമായ കാര്യമൊന്നുമല്ല. ഇന്നിപ്പോൾ എല്ലാവരും മുടക്കിയിരിക്കണ ഒന്നാണല്ലോ നാമം ജപിക്കുക എന്നുള്ളത്. നാമം ചെല്ലലില്ലാത്തൊരു ഭവനം എവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് നാമം ചെല്ലണ ഭവനമാണ് ഇല്ലാത്തത്. വലിയ വലിയ സത്സംഗങ്ങളൊക്കെ നടത്തും, അനേകം പ്രഭാഷണങ്ങളൊക്കെ കേൾക്കും, എല്ലാവരും നാമം ജപിക്കൂ എന്ന് ഉദ്ഘോഷിക്കും. സത്രം കഴിയും, എല്ലാവരും പോവും, കസവമുണ്ട അഴിച്ചു വയ്ക്കും, വെയിലത്തിട്ട് ഉണക്കും, മടക്കി വയ്ക്കും, കടന്നുറങ്ങും. അത് തന്നെ. ഇത് മാത്രം മതിയോ? അല്ല. ആ സംസ്കൃതിയെ തുണർന്നു കൊണ്ടുപോകാനായിട്ട് സാധിക്കണം. ആ സാരം, ആ തേന് അത് ഉണ്ണുന്നത് നിലനിർത്തണം. ആ സ്വാദ് ഇങ്ങനെ എപ്പോഴും ആസ്വദിച്ചു കൊണ്ടിരിക്കണം. അങ്ങനെയുള്ള ഭഗവാന്റെ തിരുനാമജപമാ ആകുന്ന ഒരേ ഒരു വഴി കൊണ്ട് തന്നെ സകല പ്രയാസങ്ങളിൽ നിന്നും ജനങ്ങൾക്ക് രക്ഷപ്പെടാൻ ഈ കലികാലം വഴിയൊരുക്കും എന്ന് കണ്ടിട്ടാണ് കലിക്ക് 4 സ്ഥാനങ്ങൾ ആദ്യം കൊടുത്തു. ദ്യൂതം പാനം സ്ത്രീയസൂന യത്ര അധർമ്മശ്ചതുർവിധ. 4 വിധത്തിലുള്ള അധർമ്മം. ദ്യൂതം ചൂതുകളി, വിനോദോപാധികളെ ധനാർജനത്തിനുള്ള ഉപാധികളാക്കി തീർക്കുന്നതിന് ഒക്കെയും ചൂതുകളി എന്ന് പറയാം. അവിടെ കലിക്ക് സ്ഥാനമുണ്ട്. പാനം അത് വിസ്തരിക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും നിശ്ചയമുണ്ട്. പിന്നെ സ്ത്രീയ, ചീത്ത സ്ത്രീകൾ എവിടെയുണ്ടോ, അവരെ പ്രാപിക്കുന്ന പുരുഷന്മാരെവിടെയുണ്ടോ അവിടെയൊക്കെ കലിക്ക് സ്ഥാനം. ഹിംസ, അവിടെ കലിക്ക് സ്ഥാനം. അതീർത്ഥങ്ങളിൽ വെച്ച് അനാവശ്യമായിട്ട് ഒക്കെ ജീവജാലങ്ങളെ ഹസിക്കുക, ഹനിക്കുക ഒക്കെ ചെയ്താൽ അതെന്താണ്? കലിക്കുള്ള വാസസ്ഥാനമായി തീരും. 4 കൊടുത്തപ്പോൾ കലി പിന്നെയും ചിലപ്പോൾ ചില ബസ്സിലൊക്കെ കയറി ഞങ്ങളുടെ നാട്ടിലൊരു സുഹൃത്ത് പറയും, കാലത്ത് ബസ്സിൽ കയറിയിട്ട് 1000ൻ്റെ നോട്ട് കൊടുത്താലും പിന്നെയും ചോദിക്കുക അവർ, ഒരു 50 പൈസ എന്ന മട്ടിൽ കലി ചോദിച്ചു, പുനശ്ച ഒന്നുകൂടി തരുമോ എന്ന് ചോദിച്ചപ്പോൾ ജാതരൂപം അതാൽ പ്രഭു, അമിതമായി കൂട്ടിവെക്കുന്ന ധനം എവിടെയുണ്ടോ അവിടെയൊക്കെ കലിക്ക് സ്ഥാനം. അപ്പോൾ കലിക്ക് സന്തോഷമായി. പിന്നെ 6ാമതൊന്ന് ചോദിക്കണം എന്ന് കലിക്ക് തോന്നിയില്ല. ധനത്തിൽ ആരക്കാ കമ്പല്ലാതിരിക്കുക. ധനാർജനത്തിന് വേണ്ടിയിട്ട് ഏത് തോന്നിവാസവും കാണിക്കാൻ ആരും തയ്യാറാവും. കള്ളക്കളി കളിക്കണോ? ആവാം. കള്ളു കുടിക്കണോ? കുടിപ്പിക്കണോ? ആവാം. സ്ത്രീകളെ വിൽക്കണോ വാങ്ങണോ? ആവാം. കൊല്ലണോ? ആവാം. കാശ് കിട്ടുമോ? ഈ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. അപ്പം കാശിന് വേണ്ടിയിട്ട്, ധനത്തിന് വേണ്ടിയിട്ട് ജനങ്ങൾ എന്തും കാണിക്കും എന്ന് കലിക്ക് തോന്നിയതുകൊണ്ട് കലികാലം ഇനി വേറൊരു വരം ചോദിച്ചില്ല. കലിയെ
അടക്കി ഞാൻ എന്ന് പരീക്ഷത്തിന് തോന്നിയെങ്കിലും കലികാല വൈഭവം ആരെ ബാധിക്കാതിരിക്കും? കലിയെ അടക്കിയെന്ന് വിചാരിച്ച പരീക്ഷത്തിനെയും ഒരു ദിവസം കലി ബാധിച്ചു. കാട്ടിൽ പോയി നായാട്ട് നടത്തി. ലോകർക്ക് ദുഷ്ടരായ മൃഗങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകാനാണ് നായാട്ട്. അപ്പം ആ ഹിംസയിൽ പരീക്ഷത്തിനൊരു ആനന്ദം തോന്നി. അങ്ങനെ ആൾക്കാരിങ്ങനെ എല്ലാവരും കൂടിയും പുറപ്പെട്ട് ചില കൂറ്റൻ ശക്തിയുള്ള മൃഗങ്ങളെയൊക്കെ ഇങ്ങനെ അമ്പ ചെയ്ത് വീഴ്ത്തി വാളുകൊണ്ട് വെട്ടി വീഴ്ത്തിയൊക്കെ അവരുടെ കഥ കഴിയണ സമയത്ത് ഒരു പരാക്രമശാലി തന്നെയാണ് ഞാൻ എന്നങ്ങനെ തോന്നിപ്പോവുക. തൻ്റെ ആ കഴിവിൻ്റെ വൈഭവത്തിൽ അങ്ങനെ അഭിമാനം തോന്നുക. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഒരാളുണ്ടായിരുന്നു. സന്ധ്യയായാൽ അദ്ദേഹം ഒരു കസേരയിട്ട് ആ കസേരയുടെ മുമ്പിൽ ഒരു സ്റ്റൂളിട്ട് ആ മുണ്ടൊക്കെ എന്നങ്ങനെ മടക്കി കുത്തി കാലങ്ങനെ നീട്ടി ആ സ്റ്റൂളുമ്പിലേക്ക് വെച്ച് അവിടെ ഇരിക്കും. എന്തിനാ? കുറച്ചു നേരം കഴിഞ്ഞാൽ നല്ല സംഗീത സാന്ദ്രമായ അന്തരീക്ഷം ആരംഭിക്കുകയായി. കൊതു അതിങ്ങനെ കാലുമ്പിൽ കടിക്കും. 1 2 3 4 അദ്ദേഹം ഇങ്ങനെ ആ ഓരോരോ കൊതു വരുമ്പോഴും ആ നീട്ടി വെച്ച കാലുമ്പിൽ ഇങ്ങനെ കടിക്കുന്ന സമയത്ത് ആ പട്ടേ അങ്ങനെ ഒരു സ്റ്റോക്ക് എല്ലാ ദിവസവും ഉണ്ടാക്കി വയ്ക്കും. അദ്ദേഹത്തിൻ്റെ ഒരു വിനോദ ഹിംസ. ഓരോ അടി അടിക്കുന്ന സമയത്ത് അങ്ങനെ ആ കൊതു ചത്ത് വീണത് നിങ്ങൾ അയ്യാ എന്താ അതിൻ്റെ ഒരു രസം. വേണമെങ്കിൽ വൈകുന്നേരമൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. എന്തായാലും നാമം ജപമൊന്നുമില്ലല്ലോ. എന്നാൽ നേരം പോക്കിനെ ആ മുണ്ടൊക്കെ എന്തെങ്കിലും മടക്കി കയറ്റി വെച്ചൊരു കാല് നീട്ടി അവിടെ ഇരുന്നാൽ ഇവിടെ സാമാന്യം ഉണ്ടേനും. ഇത്രേശേ ഉള്ളൂ. ഓരോ കടി കടിച്ചാൽ എന്തായാലും വന്ന വഴിക്ക് സ്വീകരണമൊക്കെ നല്ലോണം ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഹിംസയിലൊരു രസം തോന്നുക. അങ്ങനെ രസം തോന്നിയപ്പോഴോ പരീക്ഷത്തിനെയും കലി ബാധിച്ചു. ക്രുദ്ധനായി, വിശപ്പും ദാഹവും സഹിക്കവയ്യാണ്ടായി. അടുത്ത കൊണ്ടൊരാശ്രമത്തിലേക്ക് കയറി ചെന്നു. അവിടെ തപസ്സുകൊണ്ട് സമാധിയെ പ്രാപിച്ചിരിക്കുന്ന ഒരു മഹാമുനിയുടെ മുമ്പിൽ ചെന്ന് എനിക്ക് വിശക്കണു, എനിക്ക് ദാഹിക്കണു, എന്തെങ്കിലും തരൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം കണ്ണുപോലും തുറന്നിട്ടില്ല. കണ്ടു തുറക്കാൻ നോക്കണം. അദ്ദേഹത്തിൻ്റെ ശരീരത്തെക്കുറിച്ച് തന്നെ ബോധവാനല്ല. പിന്നെയാണോ അപ്പോൾ ഒരാൾ മുമ്പിൽ വന്ന് എന്തെങ്കിലുമൊക്കെ പറയണ സമയത്ത് അത് കേൾക്കണത്? ഒന്നും കേട്ടില്ല. നിങ്ങളൊക്കെ നാട്ടിൽ വരണ സമയത്ത് ഞങ്ങൾ എത്ര കേമായിട്ട് പരിചരിക്കാറുള്ളതാണ്. എന്നിട്ട് ഇവിടെ വന്നപ്പോൾ ഒന്ന് തിരിഞ്ഞ് നോക്കുക, ഇല്ലെങ്കിൽ ഇല്ല എന്നെങ്കിലും പറയുക. ഇതുപോലും ഇല്ല. നേരെയാക്കാം, കാണിച്ചു തരാം ഞാൻ എന്ന് പറഞ്ഞ് അവിടെ കടന്നേരുന്ന ഒരു ചത്ത പാമ്പിൻ്റെ ശവശരീരത്തെ എടുത്ത് തൻ്റെ ആ വില്ലിൻ്റെ അറ്റം കൊണ്ട് തോണ്ടി ഈ മഹാത്മാവിൻ്റെ കഴുത്തിൽ കൊണ്ടുപോയിട്ടു. ഇപ്പോൾ വിശപ്പ് മാറിയോ? ദാഹം മാറിയോ? മാറിയെന്നാണ് പരീക്ഷത്ത് വെച്ചത്. പിന്നെ അവിടെ നിന്ന് അവിടെ പോയി കടക്കട്ടെ അവിടെ. ഇത് ആ മഹാത്മാവിൻ്റെ ആശ്രമത്തിലുള്ള ഒരു ഉണ്ണി. ആ ഉണ്ണി അറിഞ്ഞു. കൂട്ടുകാർ പറഞ്ഞ് ഇതറിഞ്ഞ ആ ഉണ്ണി ഭഗവാൻ ശ്രീകൃഷ്ണൻ ലോകത്തെ ഉപേക്ഷിച്ചതോടുകൂടി ദുഷ്ടരായ രാജാക്കന്മാർക്ക് താൻ പോരിമ കുറച്ച് കൂടിയിട്ടുണ്ട്. ഞങ്ങൾ ബ്രാഹ്മണരുടെ കഴിവ് എന്താണെന്ന് ഇപ്പം കാണിച്ചു തരാം എന്ന് പറഞ്ഞ് കൗശിക്യാപ ഉപസ്പൃശ്യ വാഗ്വജ്രം വിസസർജ്യ കയ്യിൽ വെള്ളമെടുത്ത് അങ്ങോട്ട് ശപിച്ചു. ആരാണോ മര്യാദയെ ലംഘിച്ച ഇപ്രകാരം പ്രവർത്തിച്ചത് അതാരായാലും വേണ്ടില്ല, അയാളെ ഇന്നേക്ക് 7ാമത്തെ ദിവസം തക്ഷകൻ എന്ന മഹാസർപ്പം ദംശിച്ച് മരിക്കാനിടവരട്ടെ എന്ന് ശപിച്ചു. തൻ്റെ ആശ്രമത്തിലേക്ക് എത്തിച്ചേർന്ന് മുൻപിലിരിക്കുന്ന ആ മഹാത്മാവ് കണ്ണു തുറക്കണത് വരെയും ഈ ഉണ്ണി എന്താ വേണ്ടതെന്ന് വെച്ചല്ലാണ്ട് ആകെ പരിഭ്രമിച്ച് അദ്ദേഹത്തിന് മുമ്പിൽ നിന്ന് നിലവിളിക്കാൻ തുടങ്ങി. എപ്പോഴോ കണ്ണു തുറന്ന് നോക്കിയ ആ മഹാത്മാവ് ഈ ഉണ്ണി കരയണതാണ് കണ്ടത്. എന്തു പറ്റി എന്ന് അന്വേഷിച്ചപ്പോഴാണ് ഈ വർത്തമാനം അറിയിച്ചത്. നിശമ്യ ശപ്രമതദർഹം നരേന്ദ്രം സബ്രാഹ്മണോ നാത്മജം
അഭ്യനന്ദൽ. ഒട്ടും നന്നായി എന്ന് ആ ബ്രാഹ്മണൻ പറഞ്ഞില്ല. അഹോ ബതാംഹോ മഹദജ്ഞ തേ കൃതം അൽപീയസി ദോഷ ഉരുർദമോ ധൃതഃ. അല്ലേ ഉണ്ണി, നീ ചെയ്തത് മഹാപാപമായി തീർന്നു. എന്തുകൊണ്ട്? ഈ രാജാവ് ചെയ്ത പ്രവൃത്തിക്ക് ആ രാജാവ് മരിച്ചു പോട്ടെ എന്നൊക്കെ ശപിക്കാൻ നോക്കണം. ദുഷ്പ്രവൃത്തിയൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. പിന്നപ്പോൾ ശപിക്കുകയൊക്കെയാണോ നമ്മൾ വേണ്ടത്? ബ്രാഹ്മണരൊക്കെ ശ്രേയസ് എന്താ? ക്ഷമ. ക്ഷമയാ രോചത്തെ ലക്ഷ്മി ബ്രാഹ്മി സൗരീ യഥാ പ്രഭ. സൂര്യന് പ്രഭ എന്നതുപോലെ ബ്രാഹ്മണർക്ക് എന്താ വേണ്ടത്? ക്ഷമ. അതില്ലേ? അതില്ലെങ്കിൽ ബ്രാഹ്മണനായിട്ടില്ല. ഇതിങ്ങനെ ഇട്ടും കൊണ്ട് നടന്നുകൊണ്ട് കാര്യമാവില്ല. ക്ഷമയുണ്ടാവണം. അതുകൊണ്ട് നീ ചെയ്തത് ഒട്ടും നന്നായില്ല ഉണ്ണി. അപ്പോഴേക്ക് ഈ ഉണ്ണിക്ക് ആകെ വിഷമായി. താൻ ആ മഹാത്മാവിന് സന്തോഷമാവട്ടെ എന്ന് ഇരിച്ചിട്ടാ ചെയ്തത്. ഇപ്പോഴോ അത് അബദ്ധമായി എന്നായതോടുകൂടി ഉറക്ക കരയാൻ തുടങ്ങി. സാരമില്ല, ഇനി അദ്ദേഹത്തെ പോയി വിവരമറിയിക്കൂ എന്ന് പരീക്ഷിത്ത് രാജാവിനെ ചെന്ന് വിവരമറിയിക്കാനായിട്ട് ഏൽപ്പിച്ചു. ആ സമയത്താകട്ടെ പരീക്ഷിത്ത് രാജാവ് എന്തു ചെയ്യണു എന്നല്ലേ? മഹീപതിസ്ത്വഥ തൽക്കർമ്മഗരിഹ്യം വിചിന്തയൻ ആത്മകൃതം സുദുർമന. താൻ നന്നായി ചിന്തിക്കാതെ കണ്ട് വലിയൊരു അപരാധം ചെയ്തു എന്ന് പരീക്ഷിത്ത് രാജാവിന് തോന്നി. അദ്ദേഹം ഞാൻ ഒരു അനാര്യനെ പോലെ പ്രവർത്തിച്ചിരിക്കുന്നു, ഞാനൊരു സജ്ജനത്തിന് യോജിക്കാത്ത വിധത്തിൽ പ്രവർത്തിച്ചിരിക്കുന്നു. അനാര്യൻ എന്ന് വെച്ചാലോ ഒട്ടും ശ്രേഷ്ഠന് സഹജമായിരിക്കുന്ന ഗുണങ്ങളോടുകൂടിയ ആളാണ് ആര്യൻ എന്ന് വിളിക്കുക. അതില്ലാണ്ടേ ആയാലോ അനാര്യൻ. ഒരു മര്യാദകാരൻ ചെയ്യേണ്ട പ്രവൃത്തിയാണോ താൻ ചെയ്തത് എന്ന് പരീക്ഷത്ത് ആലോചിച്ചു. അല്ല, ഞാൻ സകലതും വിട്ടുകൊണ്ട് തപസ്സുകൊണ്ട് ത്രിപുടിയെ ഭേദിച്ചിരിക്കുന്ന സമാധിസ്ഥനായിരിക്കുന്ന ആ മഹാത്മാവിനെ ഞാൻ അപമാനിച്ചിരിക്കുന്നു. ഇതറിഞ്ഞ് പരീക്ഷിത്ത് രാജാവ് വിശപ്പും ദാഹമൊക്കെ അവനവൻ്റെ ചെന്ന് അങ്ങോട്ട് മാറിയപ്പോഴാണ് ആ കലിയൊക്കെ എന്നങ്ങോട്ട് അടങ്ങിയതേ. താൻ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ചൊന്ന് ഇങ്ങനെ പുനരാലോചിച്ചപ്പോൾ കഷ്ടം എന്ന് തോന്നി. ധ്രുവം തതോ മേ കൃതദേവഹേളനാൽ ദുരത്യയം വ്യസനം നാതിദീർഘാൽ തദസ്തു കാമം ത്വഖ നിഷ്കൃതായ മേ യഥാ ന കുര്യാം പുനരേവമദ്ധ. ഞാൻ ചെയ്തതായ ഈ ദുഷ്പ്രവൃത്തിക്ക് തക്കതായ ഫലം എനിക്ക് ഉടനെ കിട്ടും. ഉറപ്പിച്ചു, ഇതിനുള്ളത് എനിക്ക് കിട്ടാണ്ടിരിക്കില്ല. ഇനി നമ്മളാച്ചാ അടുത്തത് എന്താ ചെയ്യുക? ഇങ്ങനൊരു പാപം ചെയ്തു പോയി, നമ്മളെന്ത് ചെയ്യും? അടുത്തത് എൻ്റെ ഭഗവാനെ പറ്റിക്കരുതേ എന്ന് പ്രാർത്ഥിക്കും. പക്ഷെ പരീക്ഷത്ത് എന്താ പ്രാർത്ഥിച്ചത്? പറ്റിക്കണേ. തദസ്തു കാമം, ഇതെനിക്ക് വരട്ടെ. എന്താണോ ഇതിന് തക്കതായ ഫലം ഞാൻ അനുഭവിക്കേണ്ടത് അത് എനിക്ക് വരട്ടെ. ഇനി ഇങ്ങനൊരു ദുഷ്പ്രവൃത്തി ചെയ്യാൻ എനിക്ക് തോന്നരുത്. അതിന് പാകത്തിൽ ഉടനെ എനിക്കിതിൻ്റെതായ ഫലം വരട്ടെ. എൻ്റെ രാജ്യമോ എൻ്റെ ബലമോ ഞാൻ സമ്പാദിച്ചു വെച്ചതായിട്ടുള്ള ഐശ്വര്യങ്ങളോ ഒക്കെ നഷ്ടപ്പെട്ടാലും എനിക്ക് വിരോധമില്ല. ഇനി ഇതുപോലെ ദുഷ്പ്രവൃത്തി ചെയ്യാൻ എനിക്ക് തോന്നരുത്. അപ്പോഴാണ് ആ മുനിസുതൻ അവിടെ എത്തിച്ചേർന്ന് ശാപവൃത്താന്തം അറിയിച്ചത്. നന്നായി. ഒട്ടും കാലതാമസമില്ലാത്ത തക്ഷകൻ തന്നെ
ദംശിക്കുമെന്ന് ഉറപ്പായതോടുകൂടി പരീക്ഷത്തിന് പൂർണ്ണമായ വിരക്തി ഉണ്ടായി. താനെന്നോ തൻ്റേതെന്നോ ഒന്നിലും വിചാരമില്ലാതെ ഈ ലോകത്ത് ഒന്നിനാലും എന്നെ സന്തോഷിപ്പിക്കാൻ ആർക്കും ഇനി സാധിക്കില്ല എന്ന് തീർച്ചയാക്കി ഇനി ഒരൊറ്റ കാര്യത്തിനെ എന്നെ സന്തോഷിപ്പിക്കാൻ സാധിക്കുള്ളൂ. അതെന്ത് കാര്യം? കൃഷ്ണാഘ്രിസേവാം അധിമന്യമാന. കൃഷ്ണാഘ്രിസേവ മാത്രമേ ഇനി എനിക്ക് രക്ഷയായിട്ടുള്ളൂ. ഭഗവാന്റെ അഘ്രിസേവ അത് മാത്രമേ എനിക്കിനി ചെയ്യാനുള്ളൂ. ഭഗവാന്റെ പാദസേവ. യോഗീന്ദ്രാണാം ത്വദംഗേഷ്വധികസുമധുരം മുക്തിഭാര്യാന്നിവാസോ ഭക്താനാം കാമവർഷദ്യുതരുകിസലയം നാഥ തേ പാദമൂലം. ഭഗവാന്റെ പാദമൂലങ്ങൾ ആശ്രിതർക്ക് കൽപ്പവൃക്ഷത്തെ പോലെയാണ്. എത്രയോ മുക്താത്മാക്കൾ പരിലസിക്കുന്നത് ഭഗവാന്റെ പാദമാകുന്ന ഈ നികേതനത്തിലാണ്. ഞാനും ആ ഭഗവത് പാദത്തെ ശരണം പ്രാപിക്കണം. നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപതേ കൃഷ്ണ കാരുണ്യസിന്ധോ ഹൃത്വാ നിശ്ശേഷതാപാൻ പ്രതിശതു പരമാനന്ദസന്തോഹലക്ഷ്മി. ഞാനും ഇതാ എന്നെന്നും അങ്ങയുടെ ആ തൃപ്പാദങ്ങൾ എൻ്റെ ചിത്തത്തിൽ ഉറക്കണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങേ അവലംബിക്കുകയാണ് എന്നിങ്ങനെ യാ വൈ ലസൽ ശ്രീ തുളസീ വിമിശ്ര കൃഷ്ണാഘ്രിരേണ്വഭ്യധികാംബുനേത്രീ. യാതൊരു ഇവിടെ ഒരു വിശേഷണമാണ്. ലസിക്കുന്ന ശ്രീമത്തായിരിക്കുന്ന തുളസി, ആ തുളസീദലങ്ങളുടെ സൗരഭ്യത്തോടും അതിൻ്റെ ആ സ്വാദിനോടും ഒക്കെ മിശ്രണം ചെയ്യപ്പെട്ടിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ അഘ്രിരേണുക്കളെ നയിക്കുന്ന ജലത്തോടു കൂടിയവളായ ആ ഗംഗ എന്ന് വെച്ചാൽ ഭഗവാന്റെ പാദതീർത്ഥമാകുന്ന ഗംഗാനദി. ആ പാദതീർത്ഥമാകട്ടെ എപ്രകാരത്തിലിരിക്കണു? നിരന്തരം എത്രയെത്രയോ യോഗീശ്വരന്മാരാൽ ദേവദേവന്മാരാലൊക്കെ നിരന്തരം തുളസീദളങ്ങളെ കൊണ്ട് അർച്ചിക്കപ്പെട്ട് ആ തുളസീദളങ്ങളുടെ സുഗന്ധം, സൗരഭ്യം, അതിൻ്റെ സ്വാദ് അതിങ്ങനെ കലർന്നിരിക്കുന്നതാണ് ഭഗവാന്റെ പാദധൂളികൾ. ആ പാദധൂളികളെയും വഹിച്ചുകൊണ്ടൊഴുകുന്ന നദിയാണ് ഗംഗാനദി. യാ വൈലസൽ ശ്രീ തുളസീ വിമിശ്ര കൃഷ്ണാഘ്രിരേണ്വഭ്യധികാംബുനേത്രി പുനാതി ലോകാനുഭയത്ര ശേഷാൻ കസ്താം ന സേവേത മരിഷ്യമാണ. മരണത്തെ അഭിമുഖീകരിക്കുന്ന ആർക്കാണ് ഈ ഗംഗാനദി സേവ്യയല്ലാത്തത്? മരണം മുമ്പിൽ കാണുന്ന ഒരുത്തൻ സേവിക്കേണ്ടത് ആരെയാ? ഈ ഗംഗാനദിയാണ്. നാരായണീയത്തിലൊക്കെ മേൽപ്പത്തൂര് ഗംഗാനദിയെ സേവിക്കണം എന്ന് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ടല്ലോ. ഗംഗാ ഗീതാച ഗായത്ര്യപി ച തുളസികാ ഗോപികാ ചന്ദനയ്യത്സാലഗ്രാമാഭിപൂജാ പരപുരുഷ തഥൈകാദശീ നാമവർണ്ണ. ഇപ്പം ഇങ്ങനെയുള്ള ഗംഗാനദിയെ, ഇപ്പം ഗംഗാനദിയെ സേവിക്കാൻ വിടുന്ന കെട്ടും കെട്ടി പോണ്ടേ? കുറേ വടക്കല്ലേ ഗംഗാനദി ഒഴുകണത്, കുറേ അങ്ങോട്ട് പോണ്ടേ, വടക്കോട്ട് അങ്ങനെ പോണ്ടേ എന്നാലോചിച്ചാൽ ഭാഗവതം തന്നെ അതിന് മറുപടി മറ്റൊരു ദിക്കിൽ
കൃഷ്ണകഥകളൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞിരിക്കണു, തീർത്ഥം ചക്രേ നൃപോനം യദജനി യദുഷു സ്വസരിൽ പാദശൗചം. തൻ്റെ പാദശൗചമായിട്ടൊഴുകുന്ന ആ തീർത്ഥത്തെ ഈ തീർത്ഥം രണ്ടാമതാക്കി തീർത്തിരിക്കണു. ഇപ്പോൾ ഗംഗാതീർത്ഥം ആയിരുന്നു ഏറ്റവും കേമമായി. ഭഗവത് കഥയാകുന്ന തീർത്ഥം ഒഴുകാൻ തുടങ്ങിയതോടു കൂടിയിട്ട് ഗംഗാതീർത്ഥത്തിൻ്റെ ശ്രേയസ് രണ്ടാം സ്ഥാനത്തേക്ക് താഴ്ത്തപ്പെട്ടു. ഇപ്പം കൃഷ്ണ കഥകളാകുന്ന തീർത്ഥമാണ് ഒന്നാം സ്ഥാനത്തിരിക്കുന്നത്. അതുകൊണ്ട് ആ ഗംഗയിൽ മുങ്ങാൻ സാധിച്ചില്ലെങ്കിലും ഈ ഗംഗയിൽ മുങ്ങാൻ സാധിച്ചാൽ മതി. ആ ഗംഗയിൽ മുങ്ങണച്ചാൽ കുറേ അങ്ങോട്ട് നടക്കണം. എന്നാൽ ഈ ഗംഗയിൽ നടക്കണച്ചാലോ ഈ ഗംഗ മടിയിൽ വന്നിരിക്കും. ഇന്നിപ്പോൾ എത്ര ആളുടെ മടിയിലായിരിക്കണത്? ഈ ശ്രീമദ് ഭാഗവതാഖ്യനായിരിക്കുന്ന ഈ കൃഷ്ണനോളം ജനങ്ങളുടെ മടിയിലിരിക്കണ വേറൊരു ഗ്രന്ഥമുണ്ടോ? ഇവിടെ എത്ര ഗ്രന്ഥങ്ങളുണ്ടോ ലോകത്ത്? പിടിച്ചാൽ പിടികിട്ടാത്ത ഗ്രന്ഥങ്ങൾ. പക്ഷേ പിടിവിടാണ്ട് ഇനി നമ്മളങ്ങോട്ട് വിടണം തിരിച്ചാലും ഇങ്ങോട്ട് പിടിവിടാണ്ട പിടിച്ചിരിക്കുന്ന ഈ ഭാഗവത സ്വരൂപിയാകുന്ന ഭഗവാനെ ആശ്രയിച്ചാൽ മതി. ഈ ഗംഗയെ ആശ്രയിച്ചാൽ മതി. ആശ്രയിക്കണം കേട്ടോ. ആശ്രയിക്കേണ്ടതെന്ന് നാട്ടിൽ നടിച്ചിട്ട് കാര്യമില്ല. ഓ ഞാനൊക്കെ വലിയ ഭാഗവതത്തിൻ്റെ ആളാണ് എന്ന് അടിച്ചിട്ട് കാര്യമില്ല. പിന്നെയോ നേരെ ആശ്രയിക്കണം. നിഷ്കപടമായിട്ട് ആശ്രയിക്കണം. ആദ്യം പറഞ്ഞുവല്ലോ, ഭാഗവതം ഇങ്ങനെ കേൾക്കുമ്പോൾ തന്നെ ഹൃദയത്തിനൊരു കുളിരുണ്ടാവുന്ന വിധത്തിലുള്ളൊരു ഇഷ്ടം. നമ്മുടെ മക്കളുടെയൊക്കെ പേര് കേൾക്കണ സമയത്ത് നമുക്കുണ്ടാവണ ഒരു കുളിര്, കൃഷ്ണ എന്ന് വിളിക്കണ സമയത്തുണ്ടാവുന്നൊരു കുളിര് ഭാഗവതമെന്ന് കേൾക്കണ സമയത്തുണ്ടാവുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. അപ്പം അത്തരത്തിലുള്ളൊരു ഗംഗാനദിയെ ശരണം പ്രാപിക്കാനാണ് പരീക്ഷിത്ത് രാജാവും ഇപ്പതാ തയ്യാറായിരിക്കുന്നത്. പരീക്ഷിത്ത് രാജാവ് എല്ലാം ഉപേക്ഷിച്ചും കൊണ്ട് ഇനി എത്ര ദിവസം തനിക്ക് പ്രായം ബാക്കിയുണ്ടോ അത്രയും കാലം ഭഗവാനെ സേവിക്കുക തന്നെ എന്നുറച്ചു. അതാണ് പ്രായം എന്ന വ്രതത്തെ സ്വീകരിച്ചു. ഇനി തനിക്ക് എത്ര പ്രായമുണ്ട്? ഇനി 7 ദിവസമേ പ്രായമുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ കഥ കഴിയായി. അതുകൊണ്ട് ശേഷായുസ്സിനെ കൊണ്ട് ഭഗവാനെ സന്തോഷിപ്പിക്കാം എന്ന് പരീക്ഷിത്ത് തീർച്ചയാക്കി. ഗംഗാനദിയുടെ തീരത്ത് അദ്ദേഹം ചെന്നിരുന്നപ്പോഴേക്കും അവിടേക്ക് അനേകം സജ്ജനങ്ങൾ എത്തിച്ചേർന്നു. തത്രോപജഗ്മു ഭുവനം പുനാനാ മഹാനുഭാവാ മുനയസ്സശിഷ്യാഃ പ്രായേണ തീർത്ഥാഭിഗമാപദേശൈഃ സ്വയം ഹി തീർത്ഥാനി പുനന്തി സന്തഃ. ഭാരതത്തിൽ അനേകം തീർത്ഥങ്ങളുണ്ട്. ഈ തീർത്ഥങ്ങളെയൊക്കെ താന്താങ്ങളുടെ സ്പരിശത്തെ കൊണ്ട് തീർത്ഥീകരിക്കുന്നവരായ സജ്ജനങ്ങൾ അവിടെ എത്തിച്ചേർന്നു. അവർ എത്ര പേര്? അത്രി, വസിഷ്ഠൻ, ച്യവനൻ, ശരദ്വാൻ, അരിഷ്ടനേമി, ഭൃഗു, അങ്കിരസ, പരാശരൻ, ഗാധീപുത്രൻ, പരശുരാമൻ, ഇന്ദ്രപ്രമദൻ, യുദ്ധമവാഹൻ എന്നിങ്ങനെ വലിയ 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 ഒരു നിര തന്നെ അവിടെ എത്തിച്ചേർന്നു. അവരെ എല്ലാവരെയും പരീക്ഷിത്ത് രാജാവ് നമസ്കരിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ വാത്സല്യം ഒട്ടും ചെറുതല്ല. നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെയാണ് ഞാൻ നിന്ദിച്ചത് അല്ലേ? എന്നിട്ടും ഞാൻ എല്ലാം ഉപേക്ഷിച്ച് ഗംഗാനദിയുടെ തീരത്ത് വന്ന് ഭഗവാനെ ആശ്രയിക്കാൻ തയ്യാറായപ്പോൾ നിങ്ങളെല്ലാം മറന്ന് എന്നെ അനുഗ്രഹിക്കാനായിട്ട് ദാ ഓടി വന്നിരിക്കണമല്ലോ. നിങ്ങളെപ്പോലെയുള്ള സജ്ജനങ്ങളുമായിട്ടുള്ള സംഘം അത് ഇനിയും ഇനിയും ഉണ്ടാവണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരീക്ഷിത്ത് അവരോട് ചോദിച്ചു, അല്ലേ മഹാത്മാക്കളെ, മൃത്യുവെ അഭിമുഖീകരിക്കുന്ന ഒരുവൻ എന്ത് കേൾക്കണം, എന്ത് പറയണം, എന്ത് സ്മരിക്കണം, എന്ത് ചെയ്യണം, എന്തരുത്, ഇതൊക്കെ നിങ്ങളൊന്ന് പറഞ്ഞു തരണേ. ഈ ഒരു ചോദ്യം പരീക്ഷിത്ത് ചോദിച്ചപ്പോൾ അവരാരും ഇതിന് മറുപടി പറയാൻ തൽക്കാലം പുറപ്പെട്ടില്ല. അവർ പരീക്ഷത്തിനെ ആശംസിച്ചു. അങ്ങേക്ക് ഇങ്ങനെ ഒരു നല്ല ബുദ്ധി തോന്നിയതിൽ അത്ഭുതമൊന്നുമില്ല. അങ്ങ്
പാണ്ഡവരുടെ കുലത്തിൽ ജനിച്ച ആളല്ലേ. മഹാത്മാക്കളെ വന്ദിച്ച് മാത്രം പരിചയമുള്ള പാണ്ഡവരുടെ കുലത്തിൽ ജനിച്ച അങ്ങേക്ക് ഇങ്ങനെ ഒരു നല്ല ബുദ്ധി തോന്നിയതിൽ അത്ഭുതമൊന്നുമില്ല എന്ന് പറഞ്ഞ് ആശംസിച്ചു എന്നല്ലാണ്ട് അവരാരും ഈ ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ തൽക്കാലം തയ്യാറായില്ല. അപ്പോഴാണ് അവിടേക്ക് വളരെ യാദൃച്ഛികമായി തത്രാഭവൽ ഭഗവാൻ വ്യാസപുത്രോ യദൃച്ഛയാ ഗാമടമാനോനപേക്ഷ അലക്ഷ്യലിംഗോ നിജലാഭതുഷ്ടോ വൃതശ്ച ബാലൈഃ അവധൂതവേഷ. അവധൂതവേഷനായിക്കൊണ്ട്, നഗ്നനായിക്കൊണ്ട്, ഒരു പൂണൂല് പോലുമായിട്ട് ബന്ധമില്ലാതെ കണ്ടാൽ 16 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഉണ്ണിയായിക്കൊണ്ട്, വേദവ്യാസ സൂനുവായിരിക്കുന്ന ശ്യാമള കോമളവർണ്ണത്തിൽ പാറിപ്പറക്കുന്ന തലമുടി ഇഴകളോടുകൂടിയിട്ട് ദീർഘങ്ങളായിരിക്കുന്ന കാൽമുട്ടുകളോളം നീണ്ടുകിടക്കുന്ന കൈകളോടുകൂടിയിട്ട് പീനങ്ങളായിരിക്കുന്ന ഉന്നതങ്ങളായിരിക്കുന്ന ആ മാംസളമായിരിക്കുന്ന ദേഹത്തോടു കൂടിയിട്ട് വിസ്തൃതമായ മാറിടത്തോടും കൃശമായ ഉദരത്തോടും സുന്ദരങ്ങളായിരിക്കുന്ന ഓരോ അവയവങ്ങളുടെ സാദൃശ്യം കൊണ്ടും കണ്ടാൽ കാമദേവനോ എന്ന് തോന്നിപ്പിക്കുന്ന ദിവ്യ സൗന്ദര്യത്തോടുകൂടി സാക്ഷാൽ ശുകബ്രഹ്മഋഷി ഗംഗാതീരത്തുകൂടി അനേകം സ്ത്രീ ബാലന്മാരാൽ ചുറ്റപ്പെട്ടും കൊണ്ട് അവിടേക്ക് അങ്ങോട്ട് എത്തിച്ചേർന്നു. ശുകമഹർഷിയെ കണ്ടതോടുകൂടിയിട്ട് ശുകമഹർഷിയുടെ അച്ഛനും മുത്തച്ഛനും നാരായണച്ഛനുമാകുന്നവരടങ്ങുന്ന ആ സഭയിലിരിക്കുന്ന സജ്ജനങ്ങളാകട്ടെ പൊടുന്നനെ ചാടി എഴുന്നേറ്റ് ദിവ്യനായ ആത്മതത്വത്തെ സ്വാംശീകരിച്ചിരിക്കുന്ന സച്ചിദാനന്ദൻ തന്നെയായിരിക്കുന്ന ആ ശുകബ്രഹ്മർഷിയെ വീണുകൊണ്ട് നമസ്കരിച്ചു. അവരെല്ലാവരും ശുകമഹർഷിയെ വീണ് നമസ്കരിക്കുന്നത് കണ്ടപ്പോഴാണ് കാമദേവനാണ് എന്ന് വിചാരിച്ച് പിന്നാലെ കൂടിയ സ്ത്രീകളും ഇതെന്തോ വസ്ത്രം ധരിക്കാണ്ടേ ലേശം കുറവുള്ള ആളാട്ടോ എന്ന് വിചാരിച്ച് പിന്നാലെ കൂടിയിരിക്കുന്ന കുട്ടികളുമൊക്കെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടത്. മഹാത്മാക്കളെല്ലാവരും കൂടി ആ ശുകമഹർഷിയെ സ്വീകരിച്ചാനയിക്കണു. പരീക്ഷിത് രാജാവ് സമുന്നതമായിരിക്കുന്ന ഇരിപ്പിടത്തിൽ ശുകമഹർഷിയെ ഇരുത്തി അദ്ദേഹത്തെ വീണു നമസ്കരിച്ച് കാല് കഴുകിച്ച് പൂജിച്ചുകൊണ്ട് പറയണു, അഹോ അദ്യവയം ബ്രഹ്മൻ. അല്ലയോ ബ്രഹ്മൻ, ഇന്ന് ഈ സാധുവായിരിക്കുന്ന ക്ഷത്രബന്ധു, ഞാൻ ക്ഷത്രിയനാണെന്ന് പോലും പറയാൻ എനിക്ക് ഇന്ന് അർഹതയില്ല. കാരണം അയാൾക്ക് യോജിക്കുന്ന പ്രവൃത്തിയല്ല ഞാൻ ചെയ്തത്. ഇങ്ങനെയുള്ള എന്നോട് കൃപ തോന്നിയിട്ട് അങ്ങ് ഒരതിഥിയെപ്പോലെ എന്നെ വന്ന് അനുഗ്രഹിക്കാൻ തയ്യാറായില്ലോ. നിങ്ങളെപ്പോലെയുള്ള സജ്ജനങ്ങളെ കുറിച്ചൊന്ന് സ്മരിച്ചാൽ മതി ഹൃദയം ശുദ്ധാവാൻ, കാണും കൂടി വേണ്ട. നിങ്ങളൊക്കെ സാധാരണയായിട്ട് ഗൃഹസ്ഥന്മാരുടെ മുമ്പിൽ അങ്ങനെ ധാരാളമായിട്ട് പ്രത്യക്ഷപ്പെടാറുമില്ല. അഥവാ പ്രത്യക്ഷപ്പെട്ടാൽ തന്നെ ഒരു പയ്യനെ കറക്കണ നേരത്തെ ഒന്ന് നിന്നു ഇത്രയേ ഉള്ളൂ. അങ്ങനെയുള്ള അങ്ങയെപ്പോലെയുള്ള മഹാത്മാവിനെ ഇന്ന് എനിക്ക് കാണാൻ മാത്രമല്ല വീണ് നമസ്കരിക്കാനും അങ്ങയുടെ പാദപൂജ ചെയ്യാനും അങ്ങയുടെ പാദതീർത്ഥം ശിരസാവഹിക്കാനും സാധിച്ചിരിക്കുന്നു. എനിക്ക് ഇന്നൊന്നുറപ്പായി. അപിമേ ഭഗവാൻ പ്രീത കൃഷ്ണ പാണ്ഡുസുതപ്രിയ പൈതൃഷ്വസേയ പ്രീത്യർത്ഥം തൽഗോത്രസ്യാത്മബന്ധവ. കൃഷ്ണൻ പാണ്ഡവരെ രക്ഷിച്ച, പാണ്ഡവർക്ക് പ്രിയനായിട്ടുള്ള, പാണ്ഡവരോട് പ്രിയമുള്ള ആ ഭഗവാൻ പൈതൃഷ്വസേയനാകുന്ന ഈ പാണ്ഡവ പൗത്രനാകുന്ന എന്നെ അനുഗ്രഹിക്കാനായിട്ട് അങ്ങ് ഇവിടേക്ക് പറഞ്ഞയച്ചതാണ്. എന്നിൽ ഭഗവാൻ പ്രീതനായി എന്ന് എനിക്ക് ഉറപ്പായി. ഒരു സജ്ജനത്തെ കാണാൻ സാധിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? ഭഗവാൻ പ്രസാദിച്ചു എന്നാണ്.
ഭഗവാൻ തന്നെയാണ് സജ്ജനായിട്ട് മുമ്പിൽ വരണത്. അപ്പോൾ ഭഗവാനെ കണ്ടതുപോലെ തന്നെയാണ് ഭക്തനെ കണ്ടാലും. അങ്ങനെയുള്ള അങ്ങയെ കാണാൻ എനിക്ക് സാധിച്ചതുകൊണ്ട് എനിക്ക് വളരെ ഉറപ്പുണ്ട് ഭഗവാനിൽ സന്തോഷിച്ചു എന്ന്. ഇനി ഞാൻ അങ്ങയോട് കണ്ട അവസ്ഥയ്ക്ക് എത്രയ്ക്കായില്ലോ, അതുകൊണ്ട് ഞാൻ ഒരു വട്ടം ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് നേരത്തെ ചോദിച്ച ആ ചോദ്യം, മൃത്യുവെ അഭിമുഖീകരിക്കുന്ന ഒരാൾ എന്ത് വേണം എന്തരുത് എന്ന് പറഞ്ഞു തരൂ. അപ്പോഴാണ് ശുകമഹർഷിയുടെ മറുപടി, വരീയാനേഷ തേ പ്രശ്നഃ കൃതോ ലോകഹിതം നൃപ ആത്മവിത്സമ്മതഃ പുംസാം ശ്രോതവ്യാദിഷു യഃ പരാ. അല്ലയോ പരീക്ഷത്ത് രാജാവേ, അങ്ങയുടെ ചോദ്യം വളരെ നന്നായി. ലോകർക്കൊക്കെയും മംഗളം വരുത്തുന്ന ചോദ്യം അങ്ങ് ചോദിച്ചത്. സ്വന്തം ആവശ്യത്തിനൊരു കാര്യം ചോദിക്കുകയല്ല ചെയ്തത്. അയ്യോ, അല്ലയോ മഹാത്മാവേ, എന്നെ തക്ഷകം കടിക്കും, എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ എന്ന് പറയുകയാണോ ചെയ്തത്? പരീക്ഷത്തല്ല. ലോകർക്കൊക്കെയും മൃത്യുണ്ട്, ഇല്ലേ? കാറ്റ് പോവാത്തവരാരെങ്കിലും ഉണ്ടോ അവിടെ? ആരെങ്കിലും ഉണ്ടോ? കാറ്റ് പോവാത്തവരുണ്ടോ? ഇല്ല, ആരുമില്ല. എല്ലാവരും ഒരിക്കൽ കഥ കഴിയണവരെ. കാറ്റ് കിട്ടണമെന്നില്ല, പിന്നെയല്ല ഇപ്പോൾ പോകേണ്ട കാര്യം, കിട്ടിയിട്ട് വേണമല്ലോ പോവാൻ. അപ്പോൾ എന്തായാലും കാറ്റ് പോവും എന്നുറപ്പാണ്. അതുകൊണ്ട് മൃത്യുവെ എല്ലാവർക്കും അഭിമുഖീകരിക്കണം എന്നുള്ളത് കൊണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ചോദ്യമാണ് അപ്പോൾ പരീക്ഷത്ത് ചോദിച്ചത്. നന്നായി. ഇവിടെ വെളിച്ചായ വൈകുന്നേരം വരെ ആളുകൾ പല വിധത്തിലുള്ള കർമ്മങ്ങൾ ചെയ്ത് പലതും സമ്പാദിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. വെളിച്ചായാൽ വൈകുന്നേരം വരെ ലൗകികമോ ആത്മീയമോ ആയ ഏതെങ്കിലും വിധത്തിലുള്ള സമ്പത്തുണ്ടാക്കാനാണ് ആളുകൾ ഉത്സാഹിക്കുന്നത്, അല്ലേ? പ്രഭാതമായാൽ പോക്കറ്റ് വീർപ്പിക്കാൻ എന്താ വഴി എന്ന് നോക്കും, അതല്ലെങ്കിൽ മനഃശാന്തിക്ക് എന്താ വഴി എന്ന് നോക്കും. റിട്ടയർ ചെയ്യണത് വരെ വീർപ്പിക്കുക. റിട്ടയർ ചെയ്താൽ പിന്നെ ശ്വാസം നേരെ ഒന്ന് മേപ്പട്ടും കിഴപ്പട്ടും പോകാൻ എന്താ വഴി എന്ന് ആലോചിക്കുക. ഇതന്നെയാണ് വഴി. ഇതന്നെയാണ് എല്ലാവരും ചെയ്യണത്. അപ്പം അക്കാലത്ത് ഇവരൊക്കെ എന്ത് നിരീക്കും? ഇവരൊക്കെ എന്നെ രക്ഷിക്കുന്നുണ്ടാവും. ഈ കുട്ടികളും അച്ഛനും അമ്മയും സുഹൃത്തുക്കളും ഒക്കെ എന്നെ രക്ഷിക്കും എന്ന് നിരീക്കും. പക്ഷേ ശരീരം കളത്രം സുതം ബന്ധുവർഗം വയസ്യം ധനം സദ്മഭൃത്യം ഭുവം ച സമസ്തം പരിത്യജ്യ കഷ്ടമേകോ ഗമിഷ്യാമി ദുഃഖേന ദൂരം കിലാഹം. അവസാനം ഒരു വണ്ടി വരും. ഏത് വണ്ടി വരും? ഏത് വണ്ടിയാണ് വരിക? ഒരു വണ്ടി വരും. അയ്യാമിൻ്റെ പടികൂടെ പോത്തും വണ്ടി ജാത്താഹേ, അങ്ങനെ ഒരു വണ്ടി വരും. ആ വണ്ടി വരുമ്പോഴോ, അയ്യോ ഞാൻ അടുത്തതിൽ വരാൻ പൊക്കോളൂ എന്ന് പറഞ്ഞാൽ അവർ നിൽക്കൊന്നുമില്ല. അരിപ്പപ്പടം ഉണക്കാട്ടണു എന്ന് പറഞ്ഞാൽ നിൽക്കൊന്നുമില്ല. വാ, ഉടനെ പോണം. അങ്ങനെ ഉടനെ പോകാറാവുന്ന ആ ഘട്ടം എത്തുവോളവും ചിലർക്ക് മനസ്സിലാവണില്ല. എന്ത്? ഞാൻ എന്നെ രക്ഷിക്കുമെന്ന് വിചാരിച്ച് എൻ്റെ സൈന്യങ്ങളായിട്ട് ചുറ്റും നിർത്തിയിരിക്കുന്ന ഭാര്യയാകട്ടെ, കുട്ടികളാവട്ടെ, അച്ഛനാവട്ടെ, അമ്മയാവട്ടെ, സുഹൃത്തുക്കളാവട്ടെ, ഇവർക്കാർക്കും എന്നെ രക്ഷിക്കാൻ സാധിക്കില്ല. ഇതെങ്ങനെയാ? ശ്വലാങ്കുലേന അതിതിതർത്തി സിന്ധും എന്ന് ഭാഗവതത്തിൽ വേറൊരു ദിക്കിൽ ഒരു യജമാനനും യജമാനൻ്റെ ശ്വാവും കൂടിയിട്ട് വെള്ളപ്പൊക്കത്തിൽ പെട്ട് മുങ്ങി പൊങ്ങാൻ തുടങ്ങി. മുങ്ങാ. അവസാനം ഈ യജമാനൻ എന്ത് ചെയ്തു അറിയോ? യജമാനൻ ഈ ശ്വാവിൻ്റെ വാലുമ്പിലെ കണ്ട് പിടിച്ചു അത്രേ. ആ ശ്വാവ് മുങ്ങാണ്. എന്നിട്ടോ ഇതിനെ പിടിച്ചാൽ അതെന്നെ രക്ഷപ്പെടുത്തും എന്ന് യജമാനൻ വിചാരിക്കണു. ശ്വാവ് എന്താ വിചാരിക്കണത്? ഈ കൊള്ളരുതാത്തവൻ തന്നെ രക്ഷിക്കുന്ന ആ ശ്വാവ് വിചാരിക്കണതേ. ഇതല്ലേ എല്ലായിടത്തും നടക്കണത്. അച്ഛനും അമ്മയും വിചാരിക്കും കുട്ടികളെ രക്ഷിക്കുന്നത്. കുട്ടികളെന്താ വിചാരിക്കുക? അച്ഛനും അമ്മയും രക്ഷിക്കുന്നിരിക്കും. എന്നിട്ടോ ആരുടെ കാറ്റാ ആദ്യം പോവാന്ന് ശല്യം പോവാ?
ഒരുറപ്പുമില്ല. നാളെ ഉണ്ടാകുമെന്നൊരു ഉറപ്പില്ല. അങ്ങോട്ടെടുത്ത ശ്വാസം അങ്ങോട്ട് പുറത്തേക്ക് വരുമെന്ന് തന്നെ ഉറപ്പില്ല. അപ്പം ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ ഈ ജീവിതം കൊണ്ട് മറ്റൊന്നുമല്ല സമ്പാദിക്കേണ്ടത്. ഈ ജീവിതത്തിൽ സമ്പാദിക്കാൻ ഒരൊറ്റ ഒന്നേ ഉള്ളൂ. അതെന്ത്? അന്തേ നാരായണ സ്മൃതി. നാരായണ 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 എന്ന് ഭഗവാന്റെ തിരുനാമം ജപിക്കാൻ സാധിക്കുക. എല്ലാം വെടിഞ്ഞിട്ടു പോകേണ്ടതായൊരു വല്ലാത്ത ഘട്ടമെല്ലാവർക്കും ഭയങ്കരം. നാട്ടുകാർ, വീട്ടുകാർ, കൂട്ടുകാരൊക്കെയും വിട്ടുപിരിയുന്നൊരാ ദുഃഖവേളയിൽ നാവു കുഴയാതെ നാമം ജപിക്കുവാൻ സാധിച്ചിടേണമേ. നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ എന്ന് തിരുനാമം ജപിക്കാൻ സാധിക്കണം. മുക്തി പലവിധമുണ്ട്. പക്ഷേ മുക്തിയേക്കാളും വലുതാണ് ഭക്തി സമ്പാദിക്കുക എന്നുള്ളത്. വലിയ വായുണ്ട്, ആനയുടെ നാവ് പോലെ വലിയ നാവുണ്ടാച്ചതുകൊണ്ട് പ്രയോജനമില്ല. അതുകൊണ്ട് നാമം ജപിക്കാൻ സാധിക്കണം. മരത്തിൻ്റെ പൊത്തുകളെ പോലെയുള്ള കാതുകളുണ്ടെന്ന് വിചാരിച്ചതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് ഭഗവാനെക്കുറിച്ച് കേൾക്കാൻ സാധിക്കണം. ചില ആളുകളുടെ നാവ് തവളയുടെ നാവ് പോലെയാണ്, നീളം നല്ലോണമുണ്ട്. അതുകൊണ്ട് വേറെ വല്ലതും പറയും. അല്ല വേണ്ടത്, ഗുരുവായൂരപ്പനെക്കുറിച്ച് പറയണം. എന്തും പറയുവാൻ പൊന്തുന്ന നാവേ നീ ഇന്നൊന്നു പാടുമോ നാരായണ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. ഇങ്ങനെയാണ് ആദ്യം തന്നെ ശുകബ്രഹ്മർഷി ഉപദേശിക്കുന്നത് പരീക്ഷന്. നാമസങ്കീർത്തനയ്യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം എന്ന് ഭാഗവതത്തിന് ഒടുക്കം വരെയും ഇതന്നെ പറയാനുള്ളൂ. ഈ ഒന്ന് മനസ്സിലാക്കുക. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേൽ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.